ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിങ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മെയ്ഡ് ഹെർ മദർ ലെറ്റ് ടോട്ടോ ചാൻ ഗോ ഫോർ ദ ട്രിപ്പ്? ഓക്കെ, അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? ഓക്കെ, ടോട്ടോ ചാൻസ് മദർ ഹാഡ് ഓൾറെഡി ഗോട്ട് ദ ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റർ ആൻഡ് ഡിസൈഡഡ് ടു ലെറ്റ് ടോട്ടോ ചാൻ ഗോ ഫോർ ദി ട്രിപ്പ്. അല്ലേ, ഓൾറെഡി ഹെഡ് മാസ്റ്ററുടെ അടുത്തുനിന്ന് ലെറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അമ്മ ടോട്ടോച്ചാനെ ട്രിപ്പിന് അയക്കാമെന്ന് വിചാരിച്ചിരുന്നു അല്ലേ, ഡിസൈഡ് ചെയ്തിരുന്നു, തീരുമാനിച്ചിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ചിൽഡ്രൻ വെർ അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ്. വൈ? അപ്പം കുട്ടികൾ വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്തു. എന്തുകൊണ്ടാണ്? ആൻസർ എഴുതാം. ദ ഹെഡ് മാസ്റ്റർ ടോൾഡ് ദ ചിൽഡ്രൻ ദാറ്റ് ദേ വെർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ് and he did not want any of them to get lost. The children understood the instructions and were amazingly well behaved. അപ്പം ഹെഡ് മാസ്റ്റർ കൊടുത്ത നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു അല്ലേ, അതുകൊണ്ടാണ് അവരങ്ങനെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വെർ ദ വാല്യൂസ് കൾട്ടിവേറ്റഡ് ബൈ ദ സ്റ്റുഡൻസ് അറ്റ് ടൊമോയ്? The Chamoy pupils' school life had instilled in them. The Chamoy pupils' school life had instilled into them the basics of decency and good behavior. They never bullied others, never took to unruly behavior, picked up litter wherever they found it, and never annoyed or disturbed others. Okay. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ദ ഹോട്ട് സ്പ്രിങ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. വൈ? ആൻസർ എഴുതാം. ദ ഹോട്ട് സ്പ്രിങ് ഇൻ ദ സീ വാസ് നോട്ട് എൻക്ലോസ്ഡ്, സോ ദർ വാസ് നോ ലൈൻ സെപ്പറേറ്റിംഗ് ദ ഹോട്ട് സ്പ്രിങ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി സീ. അല്ലേ, ഒരു ലൈൻ ഒന്നും വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇഫ് യു ക്രൗച്ച് ഡൗൺ ദ ഹോട്ട് വാട്ടർ കെയിം അപ്പ് ടു യുവർ നെക്ക്. അപ്പം നമ്മൾ അതിലേക്ക് കുതിച്ച് ചാടിയിട്ടുണ്ടെങ്കിൽ, ഹോട്ട് വാട്ടറിലേക്ക് കുതിച്ച് ചാടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് നമ്മുടെ കഴുത്തിന് വരെ വെള്ളം വരും അല്ലേ. ഹോട്ട് വാട്ടർ കെയിം അപ്പ് ടു യുവർ നെക്ക്. ഓക്കെ, സോ ദ ഹോട്ട് സ്പ്രിങ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ. അതുകൊണ്ട് ദ ഹോട്ട് സ്പ്രിങ് ഇൻ ദ സീ വാസ് മോസ്റ്റ് അൺയൂഷ്വൽ ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഹൗ വാസ് ദ സ്റ്റേ അറ്റ് ദ സ്പാ എ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഫോർ ദ ചിൽഡ്രൻ? അതിൻ്റെ ഉത്തരം എന്താ? നമുക്ക് ഈ ഭാഗത്ത് തന്നെ ഉണ്ട്, ആൻസർ നോക്കാം. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് തന്നിട്ടുള്ളത്. ദർ വാസ് എ ഫോറസ്റ്റ് ഫുൾ ഓഫ് സിക്കാഡാസ് ആൻഡ് എ ഷോപ്പ് വേർ ദേ കുഡ് ബൈ പോപ്സിക്കിൾസ്. ഐസ്ക്രീമൊക്കെ വാങ്ങാം അല്ലേ, ഐസ് മേടിക്കാം. And they met a man on the beach who was building a big wooden boat. അയാൾ എന്ത് ചെയ്യാണ്? ഒരു വലിയ ബോട്ട് നിർമ്മിക്കുകയാണ് അല്ലേ. And the children bathed in the hot spring. So the stay at the spa was a real life experience for them. Okay? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Why did the photo session take a very long time? ഫോട്ടോ സെഷൻ എന്തുകൊണ്ടാണ് കൂടുതൽ സമയമെടുത്തത്? എന്തുകൊണ്ടാണ്? ഈ പാരഗ്രാഫിലുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ആൻസർ എന്ന്. വെൻ ദ ഹെഡ് മാസ്റ്റർ വാസ് റെഡി വിത്ത് ഹിസ് ക്യാമറ, someone went to the toilet, someone had to change gym shoes, and 1 or 2 children lay on the ground, so the photo session took a very long time. അല്ലേ, ഹെഡ് മാസ്റ്റർ ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പം കുറച്ച് പേര് അങ്ങോട്ട് പോയി ടോയ്ലറ്റിൽ പോയി, കുറച്ച് പേര് എന്ത് ചെയ്തു? അവരുടെ ചെരുപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അതൊക്കെ ചേഞ്ച് ചെയ്യണം. കുറച്ച് പേര് വെയിറ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ ഇങ്ങനെ തളർന്ന് കിടന്നു അല്ലേ. അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒന്നിച്ച് ചേർക്കാൻ സമയമെടുത്തു അല്ലേ. ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഫോട്ടോ സെഷൻ ഒരുപാട് സമയമെടുത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടോച്ചാൻ നെവർ ഫോർഗോട്ട് ദ ഫസ്റ്റ് സമ്മർ വെക്കേഷൻ. കമൻറ്റ്. അപ്പോൾ ടോട്ടോച്ചാൻ്റെ ആദ്യത്തെ സമ്മർ വെക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നെവർ ഫോർഗോട്ട്, ഒരിക്കലും മറക്കില്ല.
അപ്പോൾ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Because she had a wonderful trip with great life experience and a memorable photograph which was taken by her headmaster with the sea in the background. It was a treasured possession for each of them because everyone posed according to their fancy, and when they look at it, memories would flood back. Okay, ഫ്ലഡ് ബാക്ക് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതാണ് 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ മലയാളത്തിൽ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നന്നായിട്ട് നിങ്ങൾ നോക്കി എഴുതണം കേട്ടോ.